നമസ്കാരം. നക്ഷത്ര വോയിസിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കർക്കിടക മാസം ഒരു സാധാരണ മലയാള മാസം മാത്രമല്ല, ഭക്തിയുടെയും വിശ്വാസത്തിന്റെയും പ്രാർത്ഥനയുടെയും ആത്മീയ ഉണർവിന്റെയും പുണ്യകാലമായാണ് ഈ മാസത്തെ സനാതന ധർമ്മ വിശ്വാസികളും കാണുന്നത്. ഈ മാസം ആരംഭിക്കുമ്പോൾ തന്നെ കേരളത്തിലെ ആയിരക്കണക്കിന് വീടുകളിൽ രാമായണ പാരായണം ആരംഭിക്കുന്നു. ഓരോ പ്രഭാതത്തിലും ഓരോ സന്ധ്യയിലും ശ്രീരാമനാമം മുഴങ്ങുന്നു. ആ നാമജപത്തിന്റെ പവിത്രതയും ദൈവികതയും അന്തരീക്ഷത്തെ തന്നെ മാറ്റിമറിക്കുന്നുവെന്നാണ് വിശ്വാസം. ഈ 2026 കർക്കിടക മാസത്തിന് പല പ്രത്യേകതയും നിറഞ്ഞ ഒന്നായിരിക്കുമെന്നാണ് ആത്മീയ വിശ്വാസികൾ കരുതുന്നത്. ഈ പുണ്യമാസത്തിൽ നമ്മൾ ചെയ്യുന്ന ചെറിയൊരു സൽക്കർമ്മത്തിനും പോലും ഇരട്ടി ഫലം ലഭിക്കുമെന്നാണ് പറയപ്പെടുന്നത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ നിർബന്ധമായും നട്ടുവളർത്തേണ്ട 10 പുണ്യ സസ്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അറിയുവാൻ പോകുന്നത്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ചെടികൾ വാങ്ങിക്കൊണ്ടുവന്ന് എവിടെയെങ്കിലും നട്ടാൽ മാത്രം മതിയാകില്ല. ഓരോ സസ്യത്തിനും വാസ്തുപ്രകാരം ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ആ സ്ഥാനത്ത് തന്നെ നട്ടു വളർത്തുമ്പോഴാണ് അതിന്റെ ആത്മീയ പ്രാധാന്യവും ഐശ്വര്യഫലവും കൂടുതൽ അനുഭവിക്കപ്പെടുമെന്നാണ് വിശ്വാസം. ഇന്ന് ഞാൻ പറയുന്ന ഈ 10 സസ്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിലില്ലാത്ത ഏതെങ്കിലും 2 സസ്യങ്ങളെങ്കിലും ഈ കർക്കിടക മാസം തീരുന്നതിനു മുമ്പ് വാങ്ങി നട്ടുവളർത്തുവാൻ ശ്രമിക്കുക. ഈ ചെടികൾ വളരുന്നതിനോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ സമാധാനവും സന്തോഷവും ആത്മീയ ചൈതന്യവും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം. 1. രാമതുളസി. ഈ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് വരുന്നത് മറ്റാരുമല്ല, രാമതുളസിയാണ്. പല വീടുകളിലും കൃഷ്ണ തുളസിയും കർപ്പൂര തുളസിയും കാണാറുണ്ട്. എന്നാൽ രാമതുളസി എല്ലാ വീടുകളിലും ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ കർക്കിടക മാസത്തിൽ ആദ്യം വീട്ടിലെത്തിക്കേണ്ട സസ്യം രാമതുളസിയാണെന്ന് പറയപ്പെടുന്നു. ശ്രീരാമന്റെ നാമം മുഴങ്ങുന്ന രാമായണ മാസത്തിൽ രാമതുളസി വീട്ടിലേക്ക് കടന്നു വരുന്നത് ഭഗവാൻ ശ്രീരാമന്റെ അനുഗ്രഹം വീട്ടിലേക്ക് കടന്നു വരുന്നതിനോട് തുല്യമാണെന്നാണ് വിശ്വാസം. ഈ ചെടി വളരുന്ന വീടുകളിൽ മനസമാധാനവും ആരോഗ്യവും ആത്മീയ ഉണർവും വർദ്ധിക്കുമെന്നാണ് പറയപ്പെടുന്നത്. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യം ശക്തമാകുവാനും കുട്ടികളുടെ പഠനത്തിലും മുതിർന്നവരുടെ തൊഴിൽ മേഖലയിലും അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുവാനും ഈ സസ്യം കാരണമാകുമെന്ന് വിശ്വാസമുണ്ട്. പ്രത്യേകിച്ച് പല തടസ്സങ്ങളും നേരിടുന്നവർക്ക് പുതിയ തുടക്കങ്ങൾ ലഭിക്കുവാനുള്ള ആത്മവിശ്വാസം നൽകുന്ന സസ്യമായിട്ടാണ് രാമതുളസിയെ കാണുന്നത്. എവിടെയാണ് നട്ടുവളർത്തേണ്ടത്? രാമതുളസി വീടിന്റെ കിഴക്ക് ഭാഗത്ത് നട്ടുവളർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. കിഴക്ക് സ്ഥലമില്ല എങ്കിൽ വടക്ക് ഭാഗത്തും നട്ടുവളർത്താം. ഈ 2 ദിക്കുകൾ ഒഴികെ മറ്റെവിടെയും നട്ടാൽ അതിന്റെ പരിപൂർണ ആത്മീയ പ്രാധാന്യം ലഭിക്കില്ലെന്ന് വാസ്തുവിശ്വാസം. ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒരു വിളക്ക് തെളിയിച്ച് തുളസിക്ക് മുന്നിൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം ജപിച്ചാൽ ഫലം ഇരട്ടിയാകും. ഇനി അടുത്തത് 2-ാമതായ പുണ്യസസ്യം നെല്ലിമരമാണ്. സാധാരണ ഒരു പഴവർഗ സസ്യമായി മാത്രം നെല്ലിയെ കാണാൻ പാടില്ല. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹവുമായി ബന്ധപ്പെട്ട വിശുദ്ധ വൃക്ഷങ്ങളിൽ ഒന്നായാണ് നെല്ലിയെ പല വിശ്വാസങ്ങളെയും വിശേഷിപ്പിക്കുന്നത്. പല പഴയ തറവാടുകളിലും നെല്ലിമരം ഉണ്ടായിരുന്നത് യാദൃശികമല്ല. വീട്ടിൽ നെല്ലിമരം വളർന്നത് ദീർഘായുസ്സിനും ആരോഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനും കാരണമാകുമെന്നാണ് വിശ്വാസം. ചില വീടുകളിൽ വർഷങ്ങളായി നെല്ലിമരം ഉണ്ടാകും. അത്തരക്കാർ ഒരിക്കലും അത് മുറിച്ചു കളയരുത്. കാരണം പാരമ്പര്യ വിശ്വാസങ്ങളിൽ നെല്ലിമരം മുറിക്കുന്നത് ശുഭകരമായി കണക്കാക്കുന്നില്ല. ഇല്ലാത്തവർക്ക് ഈ കർക്കിടക മാസത്തിൽ ഒരു നെല്ലിത്തൈ വാങ്ങി നട്ടുവളർത്തുന്നത് വളരെ നല്ല തുടക്കമായിരിക്കും. ഇനി ഇത് നടേണ്ട സ്ഥാനം. നെല്ലി നട്ടുവളർത്തുവാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തെക്ക് കിഴക്ക് ഭാഗമല്ല എങ്കിൽ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് മധ്യഭാഗം. ഈ 3 ഭാഗങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നട്ടുവളർത്താം. ഈ സസ്യം വളരുന്നതിനോടൊപ്പം വീട്ടിലെ നെഗറ്റീവ് അന്തരീക്ഷം മാറി പോസിറ്റീവ് ഊർജം വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. അടുത്ത 3-ാമത്തത് തെരളി അല്ലെങ്കിൽ വയന. ഇപ്പോൾ പറയുവാൻ പോകുന്ന സസ്യം പലർക്കും വീട്ടിൽ ഉണ്ടാകാം. എന്നാൽ ഇതിന്റെ ആത്മീയ പ്രാധാന്യം അറിയുന്നവർ വളരെ കുറവാണ്. അതാണ് തെരളി. ചില സ്ഥലങ്ങളിൽ വയന എന്നും അറിയപ്പെടുന്നു. ഈ ഇല നമ്മുടെ അടുക്കളയിൽ പലവിധ ഭക്ഷണങ്ങളിൽ തയ്യാറാക്കുവാനും ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഔഷധ ഗുണങ്ങൾക്കൊപ്പം ആത്മീയമായ പ്രാധാന്യവും ഈ സസ്യത്തിനുണ്ടെന്നാണ് വിശ്വാസം. മഹാലക്ഷ്മിയുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കുന്ന സസ്യങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ പലരും കാണുന്നത്.
വീട്ടിൽ തെരളി വളരുമ്പോൾ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിപ്പിക്കുമെന്നും അനാവശ്യ ചിലവുകൾ കുറയുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ഇനി ഇത് നടന്റെ സ്ഥാനം. ഈ ചെടി വടക്കു ഭാഗത്ത് നട്ടു വളർത്തുന്നതാണ് ഏറ്റവും നല്ലത്. വലിയ മരമായി വളരാൻ അനുവദിക്കാതെ ഇടയ്ക്കിടെ വെട്ടി ഭംഗിയായി പരിപാലിപ്പിക്കുന്നതും നല്ലതാണ്. ഈ കർക്കിടക മാസത്തിൽ ഈ സസ്യം വീട്ടിൽ കൊണ്ടുവരുന്നത് ആത്മീയമായി വളരെ ശുഭകരമായ ഒരു തുടക്കമുണ്ടാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നത്. ഇനി അടുത്തത് താമര. പ്രിയപ്പെട്ടവര്, ഇനി പറയുവാൻ പോകുന്ന സസ്യം ഒരു സാധാരണ പൂച്ചെടിയല്ല. ഈ ലോകത്ത് മഹാലക്ഷ്മി ദേവിയുമായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുത്തി പറയപ്പെടുന്ന വിശുദ്ധ സസ്യങ്ങളിൽ ഒന്നാണ് താമര. മഹാലക്ഷ്മി ദേവിയുടെ ഇരിപ്പിടമായും ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായും താമരയെ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ താമര പൂക്കുന്നത് ഭഗവതിയുടെ അനുഗ്രഹം ആ വീട്ടിൽ നിലനിൽക്കുന്നതിന്റെ ശുഭസൂചനയായി പലരും വിശ്വസിക്കുന്നു. ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഒരു ചെറിയ ടബിലെങ്കിലും താമര നട്ടു വളർത്തുവാൻ കഴിഞ്ഞാൽ അതൊരു വലിയ ആത്മീയ ഭാഗ്യമായിരിക്കും. ഇന്ന് പല നഴ്സറികളിലും ചെടി ടബിൽ വളർത്തുവാൻ പറ്റുന്ന താമര ചെടികൾ ലഭ്യമാണ്. വലിയ കുളമോ വലിയ സ്ഥലമോ വേണമെന്നില്ല, ചെറിയൊരു ടബ് പോലും മതി. താമര പൂവിടുമ്പോഴെല്ലാം വീട്ടിൽ അന്തരീക്ഷം തന്നെ മാറുന്നതായി പലരും അനുഭവമായി പറയാറുണ്ട്. മനസ്സിന് സമാധാനവും വീട്ടിൽ പോസിറ്റീവ് ഊർജവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. എവിടെയാണ് നട്ടു വളർത്തേണ്ടത്? വീട്ടിന്റെ ഈശാന കോൺ, അതായത് വടക്ക് കിഴക്ക് ചേരുന്ന മൂല ഏറ്റവും ഉത്തമമായ സ്ഥാനമാണ്. ഈ ഭാഗത്ത് താമര സ്ഥാപിക്കുന്നത് വാസ്തുപ്രകാരം അതീവ ശുഭകരമാണെന്ന് കരുതപ്പെടുന്നു. ഇനി അടുത്തതായി അഞ്ചാമത്തേത് അരുത. ഇനി പറയുവാൻ പോകുന്ന സസ്യം പല അമ്മമാരും ഏറെ സ്നേഹത്തോടെ വീട്ടിൽ വളർത്തുന്ന ഒരു വിശുദ്ധ സസ്യമാണ്. അതാണ് അരുത. പ്രത്യേകിച്ച് മക്കളുടെ ഉയർച്ചയും വിദ്യാഭ്യാസവും തൊഴിൽ വിജയവും ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ഈ സസ്യം വീട്ടിൽ വളർത്തുന്നത് വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. ഇത് ഒരു ഔഷധ സസ്യം മാത്രമല്ല, വീട്ടിൽ സമാധാനവും ആത്മീയ ചൈതന്യവും നിലനിർത്തുവാൻ സഹായിക്കുന്ന സസ്യമായും ഇതിനെ കണക്കാക്കുന്നു. മക്കളുടെ വിജയത്തിൽ നല്ല അവസരങ്ങൾ വരട്ടെ, പരീക്ഷകളിൽ വിജയം ലഭിക്കട്ടെ, നല്ല ജോലി ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സസ്യം പലരും നട്ടുവളർത്താറുണ്ട്. എവിടെയാണ് നട്ടുവളർത്തേണ്ടത്? അരുത നട്ടുവളർത്തേണ്ട ഏറ്റവും ഉത്തമ സ്ഥലം കന്നിമൂലയാണ്, അതായത് തെക്ക് പടിഞ്ഞാറും ചേരുന്ന മൂലഭാഗം. ഈ ഭാഗത്ത് അരുത വളരുന്നത് വീടിന് ആത്മീയമായും സംരക്ഷണം നൽകുമെന്നാണ് വിശ്വാസം. ആറാമത്തേത് തുളസിയും മഞ്ഞളും ഒരുമിച്ച്. ഇനി പറയുവാൻ പോകുന്നത് വളരെ പ്രത്യേകമായ ഒരു കാര്യമാണ്. പല വീടുകളിലും തുളസിയുണ്ട്, പല വീടുകളിലും മഞ്ഞളുമുണ്ട്. പക്ഷെ ഈ രണ്ടും ഒരേ സ്ഥലത്ത് വളരുന്ന വീടുകൾ വളരെ കുറവാണ്. ഈ കർക്കിടക മാസത്തിൽ തുളസിയും മഞ്ഞളും ഒരുമിച്ച് നട്ടു വളർത്തുന്നത് അതീവ ശുഭകരമാണെന്നാണ് വിശ്വാസം. മഹാവിഷ്ണുവിന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ഒരുപോലെ ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഇത് ചെയ്യുന്നത്. വീട്ടിൽ തുളസിയും മഞ്ഞളും വേറെ വേറെ സ്ഥലങ്ങളിലാണെങ്കിൽ അവയുടെ ഓരോ തൈ എടുത്ത് ഒരേ സ്ഥലത്ത് നട്ടു വളർത്താം. ഇനി നടേണ്ട സ്ഥാനം നോക്കുകയാണെങ്കിൽ വീടിന്റെ ഈശാന കോൺ, അതായത് വടക്ക് കിഴക്കേ മൂല തന്നെയാണ് ഏറ്റവും നല്ല സ്ഥലം. ഈ ഭാഗത്ത് തുളസിയും മഞ്ഞളും ഒരുമിച്ച് വളരുന്നത് വീട്ടിൽ ഐശ്വര്യവും സമാധാനവും വർദ്ധിപ്പിക്കുമെന്നാണ് വിശ്വാസം. ഇനി ഏഴാമത്തേത് വെറ്റില. ഇനി പറയുവാൻ പോകുന്നത് എല്ലാ ദേവീ ദേവന്മാരെയും ബന്ധപ്പെടുന്ന ഒരു വിശുദ്ധ സസ്യത്തെക്കുറിച്ചാണ്. അതാണ് വെറ്റില. ഹൈന്ദവ വിശ്വാസപ്രകാരം വെറ്റിലയ്ക്ക് വളരെ പ്രത്യേക സ്ഥാനമുണ്ട്. അതുകൊണ്ടാണ് മിക്ക പൂജകളിലും വെറ്റിലയ്ക്ക് പ്രാധാന്യം നൽകുന്നത്. വീട്ടിൽ വെറ്റില വളരുന്നത് ഐശ്വര്യത്തിന്റെയും മംഗളത്തിന്റെയും പ്രതീകമായാണ് പലരും കാണുന്നത്. പ്രത്യേകിച്ച് കവുങ്ങിൽ വെറ്റില പടർന്നു കയറുന്ന കാഴ്ച അതീവ ശുഭകരമാണെന്നാണ് പഴമക്കാർ പറയുന്നത്. അത്തരം ഒരു സാഹചര്യം ഇല്ലെങ്കിൽ പോലും ഒരു വെറ്റില നട്ടുവളർത്തുന്നത് വളരെ നല്ലതാണെന്നാണ് വിശ്വാസം. എവിടെയാണ് നട്ടുവളർത്തേണ്ടത്? വീടിന്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തോ വടക്ക് മധ്യഭാഗത്തോ വെറ്റില നട്ടുവളർത്താം. എന്നാൽ വടക്ക് കിഴക്കേ മൂലയിൽ വെറ്റില നട്ടുവളർത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് വാസ്തുവിശ്വാസങ്ങളിൽ പറയപ്പെടുന്നു. വെറ്റില വളരുന്ന വീട്ടിൽ മംഗളകരമായ കാര്യങ്ങൾ വർദ്ധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് ഈ സസ്യം നട്ടുവളർത്തുന്നത്. ഇനി എട്ടാമത്തേത് മുക്കുറ്റി. പ്രിയപ്പെട്ടവരെ, ഇനി പറയുവാൻ പോകുന്ന സസ്യം നമ്മൾ നഴ്സറിയിൽ പോയി വാങ്ങി നടുന്ന ഒരു ചെടിയല്ല, മറിച്ച് ദൈവാനുഗ്രഹമുള്ള മണ്ണിൽ സ്വയം മുളച്ചു വരുന്ന ഒരു പുണ്യ സസ്യമായാണ് പല ഹൈന്ദവ വിശ്വാസങ്ങളിൽ മുക്കുറ്റിയെ കാണുന്നത്. അതാണ് മുക്കുറ്റി. നിങ്ങളുടെ വീട്ടിലോ പറമ്പിലോ ഒരു മുക്കുറ്റി ചെടി സ്വാഭാവികമായി വളർന്നു വരുന്നുണ്ടെങ്കിൽ അതിനെ ഒരു സാധാരണ കളച്ചെടിയായി കാണരുത്. പലരും വീട് വൃത്തിയാക്കുന്ന സമയത്ത് അത് പറിച്ചെറിയാറുണ്ട്. പ്രത്യേകിച്ച് കർക്കിടക മാസത്തിൽ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന്
വിശ്വാസമുണ്ട്. മുക്കുറ്റി സ്വയം വളരുന്ന വീട് ഈശ്വരാനുഗ്രഹമുള്ള വീടാണെന്നും ആ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിലനിൽക്കുന്നു എന്നതിൻ്റെയും ഒരു സൂചനയാണിത്. ചില ആത്മീയ വിശ്വാസങ്ങൾ ഇതിനെ കാണുന്നത് വീട്ടിൽ മുക്കുറ്റി ഉണ്ടെങ്കിൽ അത് സംരക്ഷിച്ചു നിർത്തുക, അതിനെ വെള്ളമൊഴിച്ച് പരിപാലിക്കുക. കർക്കിടക മാസത്തിൽ അതിന് മുന്നിൽ ഒരു ചെറിയ നെയ്വിളക്ക് തെളിയിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ വീട്ടിൽ ഐശ്വര്യവും സമാധാനവും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. ഇനി 9ാമത്തേത് വെള്ള ശംഖുപുഷ്പം. ഇനി പറയുവാൻ പോകുന്ന സസ്യം വെള്ള ശംഖുപുഷ്പമാണ്. ശ്രദ്ധിക്കണം, ഇവിടെ പറയുന്നത് നീല ശംഖുപുഷ്പമല്ല, വെള്ള നിറത്തിലുള്ള ശംഖുപുഷ്പത്തെ കുറിച്ചാണ്. ഈ ചെടി വീട്ടിൽ പൂവിട്ട് നിൽക്കുന്നത് വളരെ ശുഭകരമാണെന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്നതിനോ മറ്റേതെങ്കിലും പ്രധാന കാര്യത്തിനോ പുറപ്പെടുന്നതിന് മുമ്പ് ഈ പൂവ് കാണുന്നത് മംഗളകരമാണെന്നാണ് വിശ്വാസം. വീട്ടിൽ പോസിറ്റീവ് അന്തരീക്ഷം നിലനിർത്തുവാനും മനസ്സിന് സമാധാനം നൽകുവാനും ഈ സസ്യം സഹായിക്കുമെന്നാണ് പലരും വിശ്വസിക്കപ്പെടുന്നത്. എവിടെയാണ് നട്ടു വളർത്തേണ്ടത്? വീടിന്റെ കിഴക്ക് ഭാഗം തന്നെയാണ് ഏറ്റവും ഉത്തമമായ സ്ഥലം. ഇടയ്ക്കിടയ്ക്ക് വെട്ടി മനോഹരമായി പരിപാലിച്ചാൽ വർഷങ്ങളോളം ഈ ചെടി വീട്ടിൽ ഐശ്വര്യത്തിന്റെ പ്രതീകമായി നിലനിൽക്കും. 10ാമത്തെ കരിമഞ്ഞൾ. ഇതിലെ ഏറ്റവും അവസാനത്തെ സസ്യമാണ് കരിമഞ്ഞൾ. സാധാരണ മഞ്ഞളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു വിശുദ്ധ ഔഷധ സസ്യമാണ് കരിമഞ്ഞൾ. പല താന്ത്രിക പൂജകളിലും ക്ഷേത്രാചാരങ്ങളിലും കരിമഞ്ഞളിന് പ്രത്യേക സ്ഥാനമുണ്ട്. ദൃഷ്ടിദോഷം, അസൂയ, നെഗറ്റീവ് ചിന്തകൾ, മാനസിക അസ്വസ്ഥതകൾ എന്നിവയിൽ നിന്ന് സംരക്ഷണം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പലരും കരിമഞ്ഞൾ വീട്ടിൽ നട്ടുവളർത്തുന്നത്. കർക്കിടക മാസത്തിൽ കരിമഞ്ഞൾ വീട്ടിൽ നട്ടുവളർത്തുന്നത് ആത്മീയമായി വളരെ ശുഭകരമാണെന്നാണ് വിശ്വാസം. എവിടെയാണ് നട്ടുവളർത്തേണ്ടത്? വീടിന്റെ വടക്കു ഭാഗത്ത് എവിടെയെങ്കിലും കരിമഞ്ഞൾ നട്ടുവളർത്താം. ഈ സസ്യം വളരുന്നതിനോടൊപ്പം വീട്ടിൽ സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് കർക്കിടക മാസത്തിൽ വീട്ടിൽ നട്ടുവളർത്താൻ ഏറ്റവും ശുഭകരമായി കണക്കാക്കപ്പെടുന്ന 10 വിശുദ്ധ സസ്യങ്ങളെക്കുറിച്ചാണ്. ഇവയിൽ ഓരോന്നിനും അതിൻ്റെതായ ആത്മീയ പ്രാധാന്യവും വാസ്തുവിശ്വാസങ്ങളും ഔഷധ ഗുണങ്ങളുമുണ്ട്. എന്നാൽ ഒരു കാര്യം എപ്പോഴും ഓർക്കണം, ചെടി നട്ടതുകൊണ്ട് മാത്രം ജീവിതം മാറുമെന്ന് കരുതരുത്. അതിനെ സ്നേഹത്തോടെ പരിപാലിക്കുകയും പ്രകൃതിയെ സംരക്ഷിക്കുകയും ദൈവവിശ്വാസത്തോടും നല്ല മനസ്സോടും കൂടി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ അർത്ഥം പൂർണ്ണമാകുന്നത്. ഈ കർക്കിടക മാസം അവസാനിക്കുന്നതിന് മുമ്പ് ഇന്ന് പറഞ്ഞ ഈ 10 സസ്യങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത 2എണ്ണമെങ്കിലും നട്ടു വളർത്തുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ സാഹചര്യത്തിന് അനുയോജ്യമായ സ്ഥലം തിരഞ്ഞെടുത്ത് ഭക്തിയോടും ആത്മാർത്ഥതയോടും കൂടി അവയെ പരിപാലിക്കൂ. ഇന്ന് പറഞ്ഞ ചെടികളിൽ ഏതൊക്കെയാണ് നിങ്ങളുടെ വീട്ടിൽ ഇതിനോടകം ഉള്ളത്? ഏതൊക്കെയാണ് ഈ കർക്കിടക മാസത്തിൽ നട്ടുവളർത്താൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്? അത് കമന്റ് ബോക്സിൽ എഴുതൂ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ഇത്തരത്തിലുള്ള ആത്മീയവും ജ്യോതിഷപരമായ വീഡിയോകൾക്കായി നക്ഷത്ര വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.